ഹായ്, നമ്മൾ ഇന്ന് പോകുന്നത് ചുരുളിപ്പെട്ടി വാട്ടർഫാൾസ് കാണാനാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം, വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ചെയ്യണം. അപ്പം നമ്മൾ വീണ്ടും തമിഴ്നാട്ടിൽ കൂടെ യാത്ര തുടരുകയാണ്. നമ്മൾ ചുരുളിപ്പെട്ടി വാട്ടർഫാൾസ് കാണാൻ വേണ്ടി പോകുന്നതാണ്. അപ്പൊ കമാൺ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയേക്കാം. ഇതുണ്ട് വഴിയൊക്കെ നോക്കി, നല്ല സൂപ്പർ വഴി. മണിയടിക്ക് നമ്മുടെ കൊടൈക്കനാൽ പോയതും ഇതിലോട്ട് തന്നെയാണ്. അത് നമ്മൾ ബൈക്കിനാണ്, ബുള്ളറ്റിനാണ് പോയത്. ഇത് നമ്മൾ കാറിന് പോണു. അപ്പോൾ വാട്ടർഫാൾസ് ആണ്. അപ്പോൾ അവിടെ പോയി കാണാൻ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് യാത്ര പോകാം. നല്ല വെയിലുമല്ല, ഒരു മൂടൽ കാലാവസ്ഥയാക്കും അല്ലേ. തമിഴ്നാട്ടിലെ വഴികളിൽ കൂടെ ഞാൻ പോകുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് പ്രകൃതി രമണീയമായ പച്ചപ്പുകളുമാണ് കാണാൻ സാധിച്ചത്. എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഏതോ ഹിമാലയത്തിലൂടെ പോയപ്പോൾ ഗൾഫ് നാടുകളിൽ കൂടെ പോകുമ്പോൾ കാണാൻ സാധിച്ചതുപോലുള്ള വഴികളിൽ കൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് നാളികേരത്തിന്റെ വെള്ളവും കടലകളും വിൽക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. ചുരുളി തീർത്ഥം ലക്ഷ്യമാക്കി എന്റെ വണ്ടി യാത്ര തുടരുകയാണ്. അപ്പോൾ നിങ്ങളും എന്റെ കൂടെ യാത്ര ചെയ്തോളൂ. അങ്ങോട്ട് നോക്കൂ. എന്നെ ലക്ഷ്യമാക്കി വേറെ ഏതോ വണ്ടി എന്റെ പുറകെ വരുന്നത് പോലെയുള്ള പ്രതീതിയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഒരു വണ്ടി എന്റെ മുന്നെയും ഒരു വണ്ടി എന്റെ പിന്നാലെയും വരുന്നതായി എനിക്ക് തോന്നി. പക്ഷേ പോകുന്ന വഴിയിൽ പോലീസിനെ കണ്ടതുകൊണ്ട് എനിക്ക് ഭയമില്ലാതെ ഞാൻ വാഹനം ഓടിക്കുകയാണ്. തമിഴ്നാടിന്റെ രാജവീതിയിൽ കൂടി ഞാൻ പോകുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ച മറ്റൊരു കാഴ്ചയാണ് പഴയ കാലത്തിന്റെ ഓർമ്മയെന്നോണം കാളവണ്ടിയുമായി ഒരാൾ പോകുന്നു. കാളയെ കുടുകുടു എന്ന വണ്ടിയിൽ വെച്ചുകൊണ്ട് ഉഴുതുമറിക്കാൻ പോകുന്ന കാഴ്ചയും എനിക്ക് വളരെയധികം കാഴ്ചയിൽ വിസ്മയമുണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ കമ്പത്തിന്റെ ടൗണിൽ കൂടെയാണ് ഇപ്പം വണ്ടിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് നമ്മൾ വണ്ടി ഇവിടുന്ന് വലതുവശത്തോട്ട് ടേൺ ചെയ്ത് നേരെ നമ്മൾ പോകുന്നത് ചുരുളി വെള്ളച്ചാട്ടം എന്നാണ് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ വണ്ടി വന്നപ്പോൾ ഈ കണ്ടമൊക്കെ നല്ല കൃഷിയായിരുന്നു. ഇപ്പം കണ്ടത്തിന്റെ പകുതിയും കരയാക്കാൻ വേണ്ടി മണ്ണിട്ട് നികത്തുവാണ്. ഇതുണ്ടല്ലേ പഴയ കാലത്തെ കാളവണ്ടി. ഇപ്പോഴും തമിഴ്നാട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന സംഭവം അല്ലേ. ഇത് നല്ല കണ്ടത്തിലെ കാറ്റടിച്ച് ഞങ്ങൾ യാത്ര തുടരും. ഈ കണ്ടത്തിൽ കിടന്ന വെള്ളം മൊത്തം നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളമാണ്. ഈ കണ്ടത്തിൽ കാണുന്ന എല്ലാം കണ്ടത്തിൽ നിറഞ്ഞു കിടക്കുന്ന വെള്ളം ഫുള്ള് മുല്ലപ്പെരിയാറിലെ വെള്ളമാണ് ഈ തമിഴ്നാട്ടിലോട്ട് കൊടുക്കുന്നത്. അത് കാണിച്ചു തരാം. ആ വെള്ളം വരുന്ന വഴി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ പോകുമ്പോൾ കാണിച്ചു തരാം. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം വരുന്ന ഒരു മെയിൻ ഒരു ഡാമുണ്ട് ഇവിടെ. ചെറിയൊരു ചെക്ക് ഡാം പോലെ ഇവിടെ കെട്ടിയിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളം ഇറങ്ങുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് പല സ്ഥലങ്ങളോട്ട് ഇങ്ങനെ കാണിക്കാം. ഇപ്പൊ കണ്ടോട്ട് നിങ്ങൾ കാണാൻ ഒരു കൊച്ചു റോഡ് കൈ കിട്ടുന്നുണ്ട്. എന്നിട്ട് അതില്ല അല്ലല്ല കൂട്ടിക്കാരൻ ചേട്ടനൂടെ കയറാൻ വേണ്ടിയാണ്. ഒരു അടിപൊളി ഒരു ആൽമര നിൽക്കുന്നുണ്ടോ, ആല്. ഇത് പേരാലാണോ അരയാലാണോ എന്ന് കമന്റ് ചെയ്യുക. ഇതല്ലേ വീണ്ടും ഇവിടെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വലിയ വീടുകളോടൊന്നും വലിയ താല്പര്യമില്ല അല്ലെ. ചെറിയ വീട്, അവരുടെ കൃഷി സ്ഥലത്തിനോട് ചേർന്ന് തന്നെ ചെറിയ കുടിലുകൾക്ക് അതിനോട് താമസിക്കുന്നത്. ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളമാണ് ഇവിടെ പോകുന്നത്. ഇതാണ് കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന വെള്ളം. ഇത് വന്ന് മെയിൻ ഒരു ചെക്ക് ഡാം ഉണ്ട്. ആ ചെക്ക് ഡാമിലോട്ടാണ് ഈ മുല്ലപ്പെരിയാറിലെ വെള്ളം വന്ന് ഒഴുകിയെത്തുന്നത്. അത് നിങ്ങളെ കാണിച്ചു തരാം. ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. അണ്ണാച്ചിയൊക്കെ പറന്നു പോവാണ്. ഇവിടെ ഹെൽമെറ്റും വേണ്ട, ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെ പോവാണെങ്കിൽ ഇപ്പൊ 10 പോലീസുകാര് അവിടെ നിന്ന് കൈ ചാടി പിടിക്കാൻ നിൽക്കും. പക്ഷെ ഇവിടെ ഒരു വിഷയമില്ല. ഇതല്ലേ ഹെൽമെറ്റും വേണ്ട, ഒന്നും വേണ്ട, പറക്കുവാണ്. ഒരു മനുഷ്യൻ ഹെൽമെറ്റും ഇല്ല, വണ്ടിക്ക് ഗ്ലാസും വേണ്ട, ഒന്നും വേണ്ട.
ഇവിടെയാണ് ഇവിടെ സൂര്യയുടെ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന ഈ സ്ഥലമാണ് ഈ കാണുന്നത്. ഇത് ഡാം കാണിച്ചു കൊടുത്തത്. ഡാം അല്ല, ചെക്ക് ഡാം അല്ലേ, ചെറിയൊരു ഡാം. അതുണ്ടല്ലേ ഒരു ചെറിയ ഡാം. ഇതാണ്ട് ഇങ്ങോട്ടാണ് നമ്മുടെ മുല്ലപ്പെരിയാറിലെ വെള്ളം വന്ന് സ്റ്റോക്ക് ചെയ്യുന്നത്. ഇവിടുന്നാണ് അല്ലേ, ഇതാണ് അവിടെ നിന്നാണ് മൊളിയിൽ നിന്ന് ഇങ്ങനെ വരുവാണ് മുല്ലപ്പെരിയാർ വെള്ളം. ഇപ്പൊ മുന്തിരിയുടെ സീസൺ അല്ലേ? ഇപ്പൊ മുന്തിരിയുടെ മെയിൻ സീസൺ ആട്ടോ. ഞങ്ങൾ എപ്പോഴും മുന്തിരി സ്പീഡ് തന്നെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ സുരുളിപ്പെട്ടിക്ക് പോലെ സുരുളി ഡാമിലോട്ട് പോകുന്ന വഴിക്ക് കാണുന്ന രണ്ട് സൈഡുകളിലെ മുന്തിരിത്തോട്ടം കേട്ടോ. ഈ രണ്ട് സൈഡ് മുന്തിരിത്തോട്ടമാണ്. മുന്തിരിത്തോട്ടം, പടവലം തോട്ടം, അങ്ങനെ എന്ത് വേണ്ട എല്ലാ ഹാങ്ങിങ് ആയിട്ടുള്ള എല്ലാ ചെടി, എല്ലാ ഫല വൃക്ഷ സാധനങ്ങളുടെയും തോട്ടമാണ് ഇങ്ങോട്ട് പോകുന്നത്. നല്ല പഴം ഏത്തവാഴ കൃഷി എന്ന് വേണ്ട എല്ലാം അവിടെ ഉണ്ടല്ലേ. ബൈക്ക് കൊണ്ട് കൂട്ടിയിട്ടുണ്ടോ? ഈ പഴത്തിന് എന്തൊരു പേര് പറഞ്ഞ ഇതേ മൂസാം പഴം, കപ്പവാഴ, കപ്പ വേറെ പേര് പറയും, ചെങ്കതലി ചെങ്കതലിന്നോ എന്തൊക്കെയോ പേര് പറയും. നമ്മുടെ പപ്പായ കൃഷിയുണ്ട്, തെങ്ങ് കൃഷിയുണ്ട്. എന്നുണ്ട് ഒരു മൂടൽമഞ്ഞ് പോലെയാണ്, ഒരു മഞ്ഞ് കയറി കിടക്കുന്ന പോലെയാണ് ഈ കിടക്കുന്ന. തന്നെ അറിയോ, പഴയ മുന്തിരിയുടെ വള്ളി കട്ട് ചെയ്തിട്ട് പുതിയത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അതിന്റെ അകത്തുണ്ട് കേട്ടോ. ഇവിടുത്തെ തെങ്ങിന്റെ ഒക്കെ പ്രത്യേകത പറഞ്ഞാൽ അങ്ങ് വളർന്ന് മുന്നോട്ട് അങ്ങ് പോവാണ് അല്ലേ. തേങ്ങ ഒന്നും ഇതിൽ കാണാനില്ല അല്ലേ? ശരിയല്ലേ, തേങ്ങ ഇല്ലല്ലേ? ഇതുണ്ടോ? തേങ്ങ ഒന്നും ഇല്ല, ഭയങ്കര പൊക്കത്തെ സ്പീഡ് പോകണ്ടേ ഒന്നുമില്ല. ഞാനിനി പ്ലാവുണ്ട്. ശരിയാട്ടോ, ചക്ക ഇഷ്ടമുണ്ട്. അങ്ങനെ നമ്മള് സുരുളി ഡാമിലോട്ട് എത്താൻ പോയിക്കൊണ്ടിരിക്കുന്നു. 3 കിലോമീറ്റർ. നമ്മുടെ അരിക്കൊമ്പനെ ആദ്യമേ കൊണ്ട് വിട്ടപ്പോ അരിക്കൊമ്പൻ നമ്മുടെ തേക്കടിയിൽ കൂടെ കയറി, ഈ കാട്ടിൽ കൂടെ കയറി, സുരുളിപ്പെട്ട് ഡാമിന്റെ ഈ സൈഡിൽ കൂടെ കയറിയിട്ടാണ് വിട്ടു പോകുന്നത് കേട്ടോ. ഇതുണ്ട്, നല്ല മുന്തിരിയൊക്കെ പഴുത്ത് കിടക്കും, ഇഷ്ടം പോലുണ്ട്. രണ്ട് സൈഡും മുന്തിരിത്തോട്ടമാണ്. ജസ്റ്റ് അങ്ങോട്ട് ട്വിസ്റ്റ് ചെയ്ത് കറക്കുകയാണെങ്കിൽ അങ്ങനെ കണ്ടേ, നല്ല അടിപൊളി തെങ്ങും തോപ്പം അല്ലേ. രണ്ട് സൈഡ് തെങ്ങാണ് നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യും. രണ്ട് സൈഡിൽ ഇങ്ങനെ എന്താ പറയാ, ഇതല്ലേ പപ്പായ കൃഷി, പപ്പാള. റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ മുന്തിരി ഒരിടത്ത് 50 രൂപ കിലോയ്ക്ക്, ഒരിടത്ത് 35 രൂപ, ചിലർ 60 രൂപ, 20 രൂപ എന്ന് വേണ്ട എല്ലാ പല ആൾക്കാർ പല റേറ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം കയറി വില പറഞ്ഞു കഴിഞ്ഞാൽ മേടിക്കാൻ നിൽക്കല്ലേ, അടുത്തടുത്തും കൂടെ ചോദിച്ചിട്ട് വേണം മേടിക്കാൻ. കാരണം ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള വിലകളായിരിക്കും പറയുന്നത്. അതുകൊണ്ട് കോടിലിംഗം, നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശിവലിംഗത്തിന്റെ ഒരു അമ്പലം ഇവിടെ ഉണ്ട്. ശിവകോവിൽ തന്നെയാണിത്. ഏറ്റവും വലിയ ശിവലിംഗത്തിന്റെ സ്റ്റാച്ചു ഉള്ള ഒരു വൈൻ ഷോപ്പ്. ദിസ് ഇസ് വൈൻ ഷോപ്പ്. അങ്ങനെ നമ്മുടെ മുന്തിരി തോപ്പെല്ലാം തീർന്നു. ഇനി അടുത്ത് തേങ്ങാത്തോപ്പ്, തെങ്ങൻ തോപ്പിൽ കൂടെ പോകുന്നു. അടുത്ത് നമ്മൾ വാഴത്തോപ്പിൽ കൂടെ പോകുന്നു. റോഡും കൂടെ കാണിക്കണം, ചെറുതാത്ത് പിടിക്കണം. യെസ്, യു ആർ അമേസിംഗ്. സുരുളി ഡാമിലോട്ട് പോകുന്ന ആ കാണുന്ന മലയുടെ അവിടെ തന്നെ ഈ പിന്നെ വാട്ടർഫാൾസ് ഉള്ള കേട്ടോ. ഇതാണ് സുരുളി ഡാമിലോട്ട് പോകുന്നതിനുള്ള ഫസ്റ്റ് സുരുളി വാട്ടർഫാൾസിലോട്ടുള്ള സിറ്റിയാണ് കേട്ടോ. ഇവിടുന്നാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് വണ്ടി ആദ്യം പാർക്ക് ചെയ്യാം എവിടെയും പോയിട്ട്. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് വരുന്നവരാ തോന്നുന്നു. നല്ല ആൾക്കാരുണ്ടോ അല്ലേ? ടൂറിസ്റ്റുകൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഫീസ് ഉണ്ട്. ഇവിടെ ഫീസ് ഉണ്ട്. പേഴ്സ് ഉണ്ടാവില്ലേ? ഇത് കണ്ടില്ല, ഇപ്പൊ ഇവിടെ 20 രൂപ പാസും തുടങ്ങി കേട്ടോ. നേരത്തെ ഇതൊന്നുമില്ല, നേരത്തെ വണ്ടി എടുത്ത് പോയായിരുന്നു. അത് കയറുന്നേ. അപ്പൊ നമ്മള് വണ്ടി ഇങ്ങോട്ട് എൻ്റർ ചെയ്യുന്നതിന് നമ്മൾ 20 രൂപ കൊടുക്കണം കേട്ടോ. ആൾക്കാർക്ക് നടന്നു പോകുന്നതിന് പൈസ ഒന്നും വേണ്ട. നമ്മൾ വണ്ടി ഇങ്ങോട്ട് അകത്ത് കയറ്റുമ്പോൾ 20 രൂപ പാസ് കൊടുത്ത് കയറണം. ഇതുണ്ട്, ഈ ആൾക്കാരെല്ലാം അവിടെ പോയിട്ട് തുണിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാണ്. കയ്യിൽ എക്സ്ട്രാ ഒരു തുണിയൊക്കെ കാണുന്നുണ്ടല്ലേ. അപ്പം നമുക്ക് ഇനി അടുത്ത് ഇവിടുന്ന് കയറുന്നതിന്, അകത്തോട്ട് കയറുന്നതിന് വീണ്ടും പാസ് ഉണ്ട്. 30 രൂപയാണ് പെർ ഹെഡ്. ഇതെല്ലാം അവിടെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവരാണ്. ഈ കാണുന്ന മലയുടെ താഴോട്ടാണ് വെള്ളം വരുന്നത്. ആ മലയിൽ നിന്നാണ് വെള്ളം ഒഴുകി വരുന്നത്. അപ്പൊ നമുക്ക് ആ വെള്ളം ഒഴുകി വരുന്നത് കണ്ട് ഇതിലൂടെയാണ് ഒഴുകി. ഈ കാണുന്ന പാലത്തിന്റെ താഴെക്കൂടുണ്ട്. കാരണം ഇവിടെ കുരങ്ങുണ്ട്, അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മൾ മൊബൈലും കൊണ്ടൊക്കെ പോവാണെങ്കിൽ കെയർ ചെയ്തോണം, അല്ലെങ്കിൽ മൊബൈലും കൊണ്ട് പോകും. വണ്ടി ഇനി നമുക്ക് എവിടെയെങ്കിലും സേഫ് ആയിട്ട് പാർക്ക് ചെയ്യണം. ഇതുണ്ടല്ലേ, ഇത് ചെറിയൊരു സിറ്റിയാണ് കേട്ടോ. അത്യാവശ്യം കടകളും എല്ലാം ഉള്ള ഒരു സിറ്റിയാണ്.
അങ്ങനെ ഫ്രണ്ട്സ് നമ്മള് സുരുളി ഡാമിലോട്ട് പോകുന്ന ഫസ്റ്റിലത്തെ സിറ്റി അല്ല, ഇതാണ് നമ്മൾ അവിടെ എൻട്രി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തോടെ വന്നിരിക്കുന്നത്. ഇതുണ്ട്, ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഇതല്ലേ KL വണ്ടികളും TN എല്ലാ വണ്ടികളും ഉണ്ട്. നമ്മൾ ഇവിടെ വണ്ടികൾ പാർക്ക് ചെയ്ത് പതിയെ കാണിക്കണേ. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുത്ത് ഭയങ്കര ഫാസ്റ്റാണ് പറഞ്ഞില്ലേ. ഈ ആൾക്കാരെല്ലാം സുരുളി അവിടെ പോയിട്ട് വെള്ളത്തിൽ പോയി കുളിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇവിടെ നേരെ നമസ്കാരം. അപ്പോൾ നമ്മൾ നേരെ ഇനി അടുത്ത് അങ്ങോട്ട് യാത്ര തുടരുകയാണ്. ഇനി ഇവിടെ നമുക്ക് ഒരാൾക്ക് 30 രൂപ പെർ ഹെഡ് എൻട്രി ഫീസ് ഉണ്ട്. അത് മേടിച്ചിട്ട് നമുക്ക് നേരെ കടന്നു പോകാം. പോകുന്ന വഴിക്കത്തെ മെയിൻ വിഷയം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുരങ്ങുകളുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ കെയർ ചെയ്യണം, അല്ലെങ്കിൽ കുരങ്ങ് അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് ഒരുപാട് ഇങ്ങനെ ചെറിയൊരു കടകളുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാൻ പറ്റും. ഇഷ്ടംപോലെ കടകളുണ്ട്. കൊച്ചുപിള്ളേർക്ക് വേണ്ട ചെറിയൊരു സാധനങ്ങളും മാലകള്, കൊച്ചുപിള്ളേർക്ക് വേണ്ട എന്തെങ്കിലും സാധനങ്ങളുണ്ട്, നമുക്ക് എല്ലാം മേടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മേടിച്ച് നേരെ പോകാം. മാലകള് ഇപ്പൊ ശബരിമല സീസൺ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ മാലകൾ ഇവിടെ വേണമെങ്കിൽ മേടിക്കും. നമുക്ക് എന്തെങ്കിലും തിന്നാനൊക്കെ സാധനങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് മേടിച്ചോണ്ട് പോകണം. അങ്ങോട്ട് അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കടകളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് മാങ്ങയൊക്കെ, ഉപ്പിലിട്ട മാങ്ങകള്, പേരയ്ക്ക, സോപ്പ്, കുളിക്കാൻ വേണ്ട സോപ്പ് വേണമെങ്കിൽ ഇവിടുന്ന് മേടിച്ചോണ്ട് പോവുക, തോക്ക് മേടിച്ചോണ്ട് പോവുക, വെള്ളം കുളിക്കാൻ വേണ്ടി അത് മേടിച്ചോണ്ട് പോവുക. കാരണം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. അപ്പൊ ഇവിടുന്ന് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചോണ്ട് പോവാ കേട്ടോ. നല്ല കിടുക്കാച്ചി മാങ്ങ ഇങ്ങനെ പൂളിയിട്ട് അതിന്റെ നടത്തി ഇങ്ങനെ പൗഡർ ഇട്ടിട്ട് നമുക്ക് ഇതെന്താക്കാം. പേരക്കല്ലേ, കൊയ്യാപ്പളം പക്ക എനിക്കൊന്ന് ഫ്രീ ആയിട്ട് കേട്ടോ. തിന്നോട്ടെ, സൂപ്പർ ടേസ്റ്റ് കേട്ടോ. എത്രയാക്കാം? 50 രൂപ. 1 കിലോയ്ക്ക് 50 രൂപയാണ്. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ അങ്ങോട്ട് പോകുന്ന ഇപ്പം മേടിക്കുന്നത്, തിരിച്ചു വന്നിട്ടാവും മേടിക്കുന്നത്. തിരിച്ചു വരും മേടിക്കും. കലമ്പ് വരുമ്പോൾ ഒരു മാങ്ങ ആണോ? മാങ്ങ ഇത് വേണോ? കൊച്ചൊക്കെ ഒരു ചിന്ന പോകും. മാങ്ങ വരെ മാങ്ങ എത്രയാ? അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ എൻട്രി കേട്ടോ. നമ്മൾ അകത്തോട്ട് പോകുമ്പോൾ ഫസ്റ്റ് എൻട്രി ഇവിടുന്നാണ്. നമ്മൾ ഇവിടുന്ന് 30 രൂപയുടെ പാസ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറി പോകാനായിട്ട്. അപ്പൊ ഇതിലാണ് നമ്മള് അകത്തോട്ട് കയറുന്ന എൻട്രി. ഓക്കെ, ഇതുണ്ടോ? ഇതാണ് ഏറ്റവും അങ്ങോട്ട് പോയി കാണിക്ക് പോയി. ഞങ്ങൾ പറഞ്ഞില്ലേ, ഇവിടെ വരുമ്പോൾ മെയിൻ ആയിട്ട് ഡേഞ്ചർ സംഭവം എന്ന് പറഞ്ഞാൽ കുരങ്ങുണ്ട്. ഈ സാധനം തട്ടിപ്പറിക്കും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ. അപ്പോൾ മൊബൈലും കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കെയർ ചെയ്യണം. മൊബൈൽ കൊണ്ടുവരാനായിട്ട് കയ്യിലിരിപ്പുണ്ട്, തട്ടിക്കൊണ്ട് പോകണം. ഇപ്പോൾ കാണുന്ന ഒന്നും വന്നു, ഞങ്ങളുടെ നേരെ വന്നു. അപ്പോൾ സൂക്ഷിച്ച് വേണം കൊണ്ടുവരാണ്ട്. ഓക്കെ, ഇവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ടിരിക്കുന്നത് വലിയ കുരങ്ങാട്ടോ. ഇരിക്കെ അവിടെ ചാടി പിടിക്കും. അങ്ങനെ നമ്മള് പാസ് എടുത്തു. ഒരാൾക്ക് 30 രൂപയാണ് പാസ്. ഓക്കെ, 3 പേർക്ക് എടുത്തു 90 രൂപ. ഓക്കെ, നമ്മൾ മേടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോവാണ്. വീണ്ടും പറയുന്നു, കുരങ്ങനെ സൂക്ഷിക്കുക, പണി കിട്ടും. അമ്മ ചാടി അവിടെ വന്നുണ്ടോ? പിള്ളേർക്ക് കളിക്കാൻ വേണ്ടി ചെറിയ പാർക്ക് ഒക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ പുതിയ തുടങ്ങിയല്ലേ, നമ്മൾ അന്നൊന്നും പിള്ളേരില്ല. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയാണെങ്കിൽ ചെറിയ പാർക്കും മലവരണ്ടിയോ പാസ്
ബസ് കാണിച്ച് നമ്മൾ നേരെ നടന്ന് ഉള്ളി കയറിയിരിക്കുകയാണ്. അങ്ങനെ ഇതിന്റെ കാര്യം കഴിഞ്ഞു. ഇനി വിജനമായ കാറ്റിൽ കൂടി നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഇത് കണ്ടില്ലേ, ഫുള്ള് നമ്മുടെ പുളിമര കാടാട്ടോ. നമ്മൾ പോകുന്ന വഴിക്ക് ഫുള്ള് പുളിമര കാട്ടിൻ്റെ അകത്തോട് വേണം പോകാനായിട്ട്. ഇന്ന് ആൾക്കാരുണ്ടായിരുന്നു, ആ സിറ്റിയിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പോയവരുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു വേറെ വിഷയം എന്താ വെച്ചാൽ, ഈ പോകുന്ന വഴിക്ക് കുറേ നടക്കാനുണ്ട് കേട്ടോ. ആ നമ്മുടെ വാട്ടർഫാൾസിൻ്റെ അവിടെ നടക്കാൻ കുറേ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് വലിയ മഴ പെയ്ത് കഴിഞ്ഞാൽ കയറി നിൽക്കാനാണെങ്കിൽ മൂത്രപ്പുരയുണ്ട്. കണ്ടത് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. മൂത്രപ്പുര ഉള്ളതായിട്ട് കയറി നിൽക്കാം. പിന്നെ ഇത് പെട്ടെന്നൊന്നും നനയത്തില്ല. ഈ മരത്തിൻ്റെ ചുവട്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും നനയത്തില്ല. ഇങ്ങനെ പോവാണ്. അങ്ങ് മോളിൽ കാണുന്ന ഒരു മല ഉണ്ടല്ലേ, അങ്ങ് ദൂരെ കണ്ട മല, പാറ ഇടിഞ്ഞ പോലെ. അവിടെ നിന്നാണ് ഈ വെള്ളം താഴോട്ട് ഒഴുകി വരുന്നത്. വലിയ വലിയ കൊടും കാടുകളാണ് കേട്ടോ. ബാ ബാ അല്ലേ, വല്ല കടുവ ഉണ്ടോയെന്നും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകാതിരിക്കാം മാക്സിമം. കാരണം എല്ലാം പിടിച്ചുകൊണ്ട് പോയാലും വരുവാണെങ്കിലും കിടന്ന് കാർക്ക് പോയാലും ആൾക്കാർ അറിയണമല്ലോ. അപ്പോൾ വരുമ്പോൾ എല്ലാവരും കൂട്ടമായിട്ട് വരിക, അല്ല രണ്ടുപേരെങ്കിലും കുറഞ്ഞ് വരിക. ഒറ്റയ്ക്ക് നടന്നു പോകാതിരിക്കുക കേട്ടോ. ഞങ്ങളിങ്ങനെ നടന്നു പോവാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഞങ്ങൾ ഈ വാട്ടർഫാൾസിൻ്റെ ഇവിടെ വരുന്നത് കേട്ടോ. അല്ല കൊടും കാടാണ് കേട്ടോ, ഭയങ്കര കാടാണ്. നേരത്തെ ഇത്ര ഒന്നും കാടില്ല, ഇപ്പോൾ ഭയങ്കര കാടാണ്. കുറേ നടക്കാനുണ്ട്. ഇതുണ്ടോ, ഇങ്ങോട്ട് കുരങ്ങില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് അവിടെ ആൾക്കാരുള്ളിടത്തിൻ്റെ അവിടെ വരെ ഉള്ളത് കുരങ്ങ്. കുറച്ചും കഴിഞ്ഞാലും പിന്നെ ഒരു ആനയോ അല്ല ആൾക്കാർ നടന്നു വരുന്ന കേട്ടോ. ഇങ്ങ് ദൂരെ നിന്ന് ആൾക്കാർ നടന്നു വരുന്നുണ്ട്. അല്ലേ, നല്ല പച്ചപ്പാണ്. ഇതിൻ്റെയൊക്കെ ചോട്ട് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ നനയത്തുമില്ല. അതുകൊണ്ട് ഭയങ്കര മഴ പെയ്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് നനയും. എന്നാലും ചെറിയ ചാരൽ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ നനയത്തില്ല. ഇതിൻ്റെയൊക്കെ ചോട്ട് കയറുന്നാൽ മതി. ഇതുണ്ടല്ലേ, അന്യായ കാടാണ്. കുറേ പിള്ളേർ സെറ്റുണ്ട്, ഇഷ്ടം പോലെ പിള്ളേർ വരുന്നുണ്ട്. കോളേജ് പിള്ളേരും സ്കൂൾ പിള്ളേരും എന്ന് പറഞ്ഞ ആൾക്കാർക്ക് അല്ലേ, അവൻ ഓട്ടി വരുവാണ്. അവൻ ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങനെ കാട്ടിക്കൂടൊക്കെ ഇങ്ങനെ. ഇതല്ലേ പൊന്നെ, ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ പൊന്നെ, ഹായ് പറഞ്ഞേ. എവിടെ ഇതുണ്ട്. നമുക്കിവിടെ വരുമ്പോൾ കാട്ടുമൃഗങ്ങളെ കാണാം കേട്ടോ. കാരണം മരത്തിൽ മലയണ്ണാൻ കൊടുത്തേ കാണിക്കാം. മലയണ്ണനെ മരത്തെ കൂടെ ചാണ്ട് ചടിപ്പി മലയണ്ണാൻ ഓടിയിട്ടുണ്ട് കേട്ടോ. ഒരു മലയണ്ണാന് കുറേ പിള്ളേർ വരുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇതുണ്ടോ, ഭയങ്കര മരങ്ങളാണ് കേട്ടോ. ഇങ്ങനെ പോകുന്നില്ലേ, അവിടെ കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതല്ലേ, ആൾക്കാർക്ക് കുളിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയി കുളിക്കുന്നുണ്ട്. ഈ വെള്ളം കണ്ടോ, ഒരു ചേച്ചിയും കൊച്ചും ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. എന്നല്ലേ, നല്ല തെളിഞ്ഞ വെള്ളമാണ് ഈ വെള്ളം. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ മുകളിലത്തെ വാട്ടർഫാൾസിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് കേട്ടോ. ഇതിങ്ങനെ കാട്ടിക്കൂടെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ ഇറങ്ങണോ എന്നാ വാ. എന്നോട് ഞാൻ പറഞ്ഞ ഇറങ്ങണോ എന്നമ്മേ? ശരി പോ. അമ്മയ്ക്ക് ഇറങ്ങണോ? നിനക്ക് ഇറങ്ങണോ? പൊന്നാച്ചി ഇറങ്ങണോടാ? എന്നാ വേണ്ട വാ. ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റിൻ്റെ ചെറിയ ഇങ്ങനെ ഇതുണ്ട് കേട്ടോ. വീടുകൾ പോലെ ഇങ്ങനെ പണിതിട്ടുണ്ട്. കയറി വെയിറ്റിംഗ് ഷെഡ് പോലെ ഇങ്ങനെ പണിതിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടന്നു പോകുമ്പോൾ അടുത്തെങ്കിൽ കയറി ഇരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകട്ടോ. കുറേ നടക്കാനുണ്ട്, അത്യാവശ്യം ഞാൻ ഇവിടെ നടക്കാനുണ്ട്. കേട്ടില്ലേ, ഉണ്ടോ ആൾക്കാർ ഇവിടെ നിന്ന് ഇഷ്ടംപോലെ വരുന്ന ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ പണ്ട് ഇത്ര വലിയ മരമൊന്നുമില്ല അല്ലേ, ചെറിയ മരങ്ങളല്ലേ, ഭയങ്കര കാടായിട്ട്. ഞങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ വരുമ്പോൾ ഇത്ര വലിയ മരങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ചെറിയ മരങ്ങളായിരുന്നു. ഇപ്പോൾ ഒരുപാട് വലിയ മരങ്ങളായിട്ടുണ്ട്, ഭയങ്കര മരങ്ങളാണ് ഇപ്പോൾ. അതുകൊണ്ട് ചെറിയ തണലുണ്ട് ഈ പ്രദേശം, നല്ല തണലായി. അതുപോലെ നമുക്ക് ഇതല്ലേ വരുമ്പോൾ നടന്നൊന്നും അടുത്ത് ക്ഷീണിച്ച് കഴിഞ്ഞാൽ കയറി നിൽക്കാനായിട്ട് പുതിയതായിട്ട് പക്ഷേ ഇതൊക്കെ പണിതിട്ടുണ്ട്. വെയിറ്റ് ഷെഡ് പോലെ ചെറിയ ഇതൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ഇതല്ലേ, നമുക്ക് വീണ്ടും നടക്കാം. ഈ വണ്ടിയുടെ മരത്തിന്റെ പേര് ബാമ്പ. കൊടുങ്കാട്. അയ്യോ ഓനെ ഓടി നോക്കേ.
കിടുക്കാച്ചി അരുവിയാണ് കേട്ടോ. നല്ല കിടുക്കാച്ചി ഒരു അരുവി ഒഴുകുന്നുണ്ട്. ഈ അരുവിയിലോട്ടാണ് നമ്മൾ പോയി കുളിക്കാൻ പോകുന്നത്. ഈ അരുവിയിലെ വെള്ളത്തിലാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. ആ അരുവി ഇങ്ങനെ, പക്ഷേ ഈ വെള്ളത്തിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ആൾക്കാർ കുളിച്ച വെള്ളമാണ് ഈ ഒഴുകി വരുന്നത്. മണ്ടേന്ന് ആൾക്കാർ കുളിച്ചിട്ട് ആ വേസ്റ്റ് വെള്ളമാണ് ഈ ഒഴുകി വരുന്നത്. അതായത് തുണി കിടക്കുന്നുണ്ട്, സാരിയുടെ തുമ്പ് കിടക്കുന്നത്, തുണികളുടെ വേസ്റ്റുകൾ, ചുരിദാറിന്റെ ഒക്കെ അവിടെ കുളിക്കില്ല. കാരണം ഈ വെള്ളം വേസ്റ്റ് വെള്ളമാണ്. ഈ വെള്ളം കാണുമ്പോൾ നല്ല പ്യുവർ വാട്ടർ ആയിട്ട് തോന്നും, പക്ഷെ ഇത് കുളിക്കില്ല. കാരണം ഇത് മണ്ടേന്ന് വരുന്ന വേസ്റ്റ് വെള്ളമാണ്. ഓക്കെ, പുതിയതായിട്ട് വരുന്ന ശ്രദ്ധിക്കുക, ഒരു കാരണത്തിൽ ഈ വെള്ളത്തിൽ കുളിക്കില്ല. കാരണം മണ്ടേന്ന് ഒഴുകി വരുന്ന വേസ്റ്റ് വെള്ളമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് അവിടെ പോയിട്ടാണ് കുളിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഇതിലോട്ടെല്ലാം ശ്രദ്ധിച്ച് നോക്കണേ. ഈ ഓരോ മുട്ടുമൊഴിയില്ലേ, ഇതിൽ ശ്രദ്ധിച്ച് നോക്കണേ. തേനീച്ചയാണ്. ഈ ചെറുതേനീച്ചൊരു കൂടുണ്ടായിരുന്നു. ചെറുതേനീച്ച തേനാണ്ട് എടുത്തോണ്ട് പോയാണ്. ഒത്തിരി ചെറുതേനീച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലോട്ട് ശ്രദ്ധിച്ച് ദൂരെ നിങ്ങൾ ശ്രദ്ധിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും. നമ്മുടെ ഇന്തോനേഷ്യയിലൊക്കെ ചില സ്ഥലങ്ങളിൽ ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിലെ ചില വിഗ്രഹങ്ങളുണ്ട്. ചുറ്റും ഓരോ വിഗ്രഹത്തിന്റെ ഓരോ പ്രദേശം ഈ ഒരു രൂപം പോയി നമുക്ക് പോകും. അവിടെ ഇരി ഒരു പൈപ്പ് വെള്ളം കേട്ടോ. ഞാൻ ഓർത്ത് ഭൂമി കഴിയുന്ന വെള്ളം തിളച്ച് വരുന്നതായിരിക്കും. ഓർത്ത് കണ്ടു കഴിഞ്ഞാൽ ഭൂമി കഴിയുന്ന വെള്ളം തിളച്ച് വരുന്നത് തോന്നുന്നു. നാട്ടിൽ കൂടെ വരുന്നത് കേട്ടോ. അവിടെ മൃഗങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി ചെറിയ ഡാമ കെട്ടിച്ചിട്ടുണ്ട്. ഇത് കാണാൻ പുരുഷന്മാർക്ക് ബാബി മറ്റേ ബാബി ഒരുപാട് പക്ഷികളുടെ സൗണ്ട് കേൾക്കാം അല്ലേ? കേട്ടില്ലേ? വേഴാമ്പലിന്റെ സൗണ്ട്, തത്തമ്മ, മൈന തുടങ്ങിയ എല്ലാ കാട്ടു പക്ഷികളുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. കാരണം ഒരു ഡിസ്റ്റർബൻസും വേറെ ഇല്ല. പ്രകൃതിയുടെ കളകള സൗണ്ടുകളും വെള്ളത്തിന്റെ സൗണ്ടും ഇത് മാത്രം നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫിലെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിന്ന് നമുക്കൊരു എന്താ പറയുക, ഒരു റിലീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന പ്രദേശങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു റിലീഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഒക്കെ വരിക. അടിപൊളിയാണ്. കാരണം വേറെ ഒരു ഡിസ്റ്റർബൻസും ഇല്ല, ഒരു പൊല്യൂഷനും ഇല്ല, ഒരു വാട്ടർ പൊല്യൂഷനോ എയർ പൊല്യൂഷനോ ഒന്നുമില്ല. ഇവിടെ വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, അടിപൊളിയാണ്. നല്ല കാറ്റ്, നല്ല പ്രകൃതിയിൽ നിന്ന് കിട്ടും, നല്ല ഫ്രഷ് എയർ കിട്ടും. റോഡ് മൊത്തം പോയിട്ടോ, വണ്ടി കടത്തി കിടത്തില്ല, നടന്നു പോകാൻ. ഈ കാണുന്ന കാടെന്ന് പറയുന്നത് നമ്മുടെ തേക്കടി വനത്തോട് ചേർന്ന് കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കാട്ടുമൃഗങ്ങൾ, കടുവ, പുലി തുടങ്ങിയ എല്ലാ മൃഗങ്ങളും കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഒറ്റയ്ക്ക് വരാതെ രണ്ടുപേരെങ്കിലും കൂടി വരാൻ മാക്സിമം ഇതില്ലേ. കിളികൾ നല്ല തത്തമ്മ ചാറും സൗണ്ട് അല്ലേ? ഓടി ഓടി കാറ്റാ അപ്പാ.
സൂപ്പർ അല്ലേ? ഉണ്ടോ ഈ വെള്ളം കണ്ടെങ്കിൽ അല്ല ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരുവാ. ആ ഇത് വേറെ വെള്ളം കേട്ടോ, നമ്മൾ ഒഴുകുന്നല്ലോ. നല്ല വെള്ളം നാട്ടു ജോലാന്ന് പറഞ്ഞിട്ടുണ്ടോ? മടുത്തു ഫ്രണ്ട്സ്. നടന്ന് കാട്ടിക്കോടുള്ള നടപ്പാട്ടോ. പിന്നെ കാട്ടിക്കോട് നടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്, ഒരുപാട് മടക്കല്ല. എന്നാലും വെള്ളമൊന്നുമില്ല. വരുന്നവർ അവിടുന്ന് വെള്ളം മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് വെള്ളം കുടിക്കണേ. വെള്ളം ഉണ്ടോ കയ്യിൽ? ആ എൻ്റെ വൈഫ് വെള്ളം കൊണ്ടുവന്നത് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ വെള്ളം കൊണ്ടുവരണം എല്ലാവരും, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ഇവിടെ ദാഹിക്കും കേട്ടോ. ഇതല്ലേ ഒന്നും പറയാൻ വാക്ക് കിട്ടുന്നില്ല, മടുത്തു പോയി. നല്ല രസമുണ്ട് കാണാൻ. ഇതല്ലേ ചൂടൊന്നുമില്ല, നല്ല തണുപ്പ്. മൂത്രപ്പുരയുണ്ട് ഇഷ്ടം പോലെ. മൂത്രം ഒഴിച്ച് ഓടി നടക്കാം, ഓട്ട് കിടന്ന് മുള്ളു നടക്കാം. അതിന് മുള്ളാനായിട്ട് ഇഷ്ടം പോലെ മുള്ളാൻ മുട്ടുവാണ് നേരെ പോവുക. ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കുള്ള അത് പെണ്ണുങ്ങൾക്കുള്ള പെണ്ണുങ്ങൾക്കുള്ള മൂത്രപ്പുര കേട്ടോ. അപ്പൊ ആണുങ്ങൾക്ക് മുള്ളാൻ മുട്ടുവാണ് ഇങ്ങനെ പിടിച്ചോണ്ട് മുണ്ടാകും പോകണം. അടുത്ത് പോകണം. നമ്മളങ്ങനെ ഒരു 1 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ സുരിലി വാട്ടർഫാൾസിലോട്ട് എത്താറായിരിക്കുകയാണ്. ഇവിടെ എത്തുമ്പോൾ പകുതി എത്താറാകുമ്പോൾ ചെറിയൊരു വെള്ളത്തിന്റെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഭയങ്കര വെള്ളച്ചാട്ടം കേട്ടോ. അവിടെ എത്താറായിട്ടുണ്ട്. ഞാൻ ആൾക്കാരെ കുളി കഴിഞ്ഞിട്ട് ഇനി ഇവിടുന്ന് കുറേ സ്റ്റെപ്പുകൾ കയറി ചെന്നാലേ മണ്ട എത്താൻ പറ്റത്തുള്ളൂ. ഇതാണ് മെയിൻ ഒരു ഏരിയ. ഇവിടുന്ന് ഈ സ്റ്റെപ്പ് കയറി വേണം നമുക്ക് പോകാനായിട്ട്. ഓക്കെ, ഇതെന്താണോ ഈ പറഞ്ഞത്? ഇവിടെ ആനയൊക്കെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ആന വരുന്നുണ്ട്. ആനപ്പിണ്ടൊക്കെ കിടപ്പുണ്ടോ കേട്ടോ. അയ്യോ, അതുകൊണ്ടായിരിക്കും നമുക്ക് വാഹനങ്ങളൊന്നും ഒരു കത്ത് വണ്ടിയുടെ തകർച്ചകളെ. ഇതുണ്ട് നമ്മള് പളനിക്ക് പോകുമ്പോഴത്തെ ഇപ്പോൾ നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗവൺമെന്റിന്റെ ബസ് ഉണ്ട് കേട്ടോ. അത് എത്ര ഫീസ് അറിയത്തില്ല, ഞങ്ങൾ ചോദിച്ചില്ല, ഞങ്ങൾ വന്നപ്പോഴാണ് കണ്ടത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. അപ്പം ഇവിടുന്ന് സ്റ്റെപ്പ് കയറണം, കുറേ സ്റ്റെപ്പ് ഉണ്ട് മണ്ടോട്ട്. അപ്പോൾ ഇവിടുന്ന് സ്റ്റെപ്പ് അപ്പോൾ ഇവിടുന്ന് കുറേ സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ പളനി മലയിലോട്ട് പോകുമ്പോഴത്തെ ഒരു പ്രതീതിയാണ് ഇവിടെ തന്നെ. കുറേ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. ഈ സ്റ്റെപ്പ് കയറി വേണം. കൽപ്പടവുകൾ അല്ല, മാർബിൾ പലകൾ കിടന്ന് വേണം. കുരങ്ങുണ്ട്, ഇഷ്ടംപോലെ കുരങ്ങുണ്ട്. ശ്രദ്ധിച്ചോളാം, എല്ലാവരും ബി കെയർഫുൾ ആയിരിക്കണം. കുരങ്ങുണ്ട്. കയ്യിൽ മൊബൈലൊക്കെ ഉണ്ടെങ്കിൽ അലേർട്ടായിട്ട് പോകണം. ഇതുണ്ടോ പറയുന്നുണ്ടോ? ഒന്നും അറിയാത്തൊരു പൂച്ചപ്പൂര് ഇരിക്കുന്നുണ്ടോ ഒരു കുരങ്ങ്. നമ്മൾ അടുത്തോട്ട് നമ്മൾ ചാടി പിടിക്കും. ഹായ് ഹായ് ബ്രോ. അയ്യോ കുഞ്ഞിന് ഇപ്പോൾ ഇവിടെ ഇതുണ്ടോ? കുഞ്ഞിൻ്റെ എല്ലാം ഇരിക്കുന്നുണ്ടോ? കാരണം നമ്മളെ കണ്ട് പേടിച്ച് കഴിഞ്ഞതിനും കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുക. നമ്മുടെ വാട്ടർഫാൾസ് നമുക്ക് അന്ന് ദൂരെ കാണാം. നല്ല പാലൊഴുകി വരുന്ന പോലെ തൂവെള്ള കളറിൽ ഒഴുകി വരുന്നു. അതാണ് നമ്മുടെ സുരുളി വാട്ടർഫാൾസ്. ഇന്ന് വലിയ ആൾക്കാരില്ലോ അല്ലേ? മഴയൊക്കെ പ്രദേശം കഴുകിയിട്ടുണ്ട്, വൃത്തിയുണ്ട്. നല്ലൊരു എക്സസൈസ് കേട്ടോ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് നല്ലൊരു എക്സസൈസും കിട്ടും. ഇഷ്ടംപോലെ സ്റ്റെപ്പുകളുണ്ട്. അപ്പം ഒരു ചെറിയ കാടിയ പോലെ ഒരു ആക്ടിവിറ്റി ആവും. ഞങ്ങൾ അതിന് കയറി പോകണം. അമ്മയും അവനും ഏറ്റവും പുറകെയാണ് വരുന്നത്. അപ്പം ഞാനൊരു അവസ്ഥം പറ്റി. ഞാൻ ഇതുണ്ട് ഷൂ ഇട്ടോ. ഷൂ ഇട്ടോ, ഇനി ഷൂ പിടിച്ചൊന്ന് പോകണം.
അപ്പോൾ വരുന്നവർ ഷൂ ഇട്ടുകൊണ്ട് വരാനല്ലേ കേട്ടോ. ഏറ്റവും നല്ല വള്ളിച്ചിരി പണം എവിടെ വേണമെങ്കിലും നനഞ്ഞാലും കുഴപ്പമില്ല, വിഷയമില്ല. ഞാൻ മറന്നുപോയി ഷൂ വണ്ടിയെ വെച്ചാൽ മതിയായിരുന്നു. ഷൂ ഇവിടെ ഊരിയിട്ട് വേണം വെള്ളത്തിൽ നീന്താൻ പോകാൻ. നിങ്ങൾക്ക് ആർക്ക് ഇപ്പോൾ നീന്താൻ കൊതി വരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടം കളിക്കാം. അപ്പോൾ തണുപ്പ് ഈ കാട്ടിൽ കൂടെ വരുന്ന വനത്തിൽ കൂടെ വരുന്ന വെള്ളമായതുകൊണ്ട് ഭയങ്കര തണുപ്പാണ്. ഞാനിപ്പോൾ ഓർക്കുന്ന ഒട്ടുക്കുന്ന തണുപ്പാട്ടോ. ഇപ്പോഴത്തെ ഭയങ്കര തണുപ്പായിരിക്കും. ഉണ്ട് ആൾക്കാർ നിൽക്കുമ്പോൾ ഉണ്ട്, എല്ലാവരും വലിയ കുറവാണ്. അത് നനയുമോ? എന്താ ചിന്നയുണ്ടോ? ഭയങ്കര തണുപ്പാണോ? ഭയങ്കര തണുപ്പാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സുരുളി വാട്ടർഫാൾസിലെ എല്ലാ രംഗങ്ങളും നിങ്ങളെ ലൈവായിട്ട് നമ്മൾ കാണിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സ്ഥലം കാണാൻ പറ്റണം. വന്നിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇന്ന് നല്ല വെള്ളമായിരുന്നു, നല്ല അടിപൊളി വെള്ളമായിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാരായിരുന്നു. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു, കൊച്ചു എൻജോയ് ചെയ്തു. ഇതുണ്ടല്ലോ തണുത്ത് വിറച്ചിരിക്കുകയാണ്. ഇനി പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ വീട്ടിലോട്ട് പോട്ടെ. തന്നെ ഇന്ന് മാർക്കറ്റ് ഉണ്ട്, നമ്മുടെ കമ്പത്ത് മാർക്കറ്റ് ഉണ്ട്. നിങ്ങൾക്ക് മാർക്കറ്റിൽ പോകണം. മാർക്കറ്റിലെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ. കമോൺ. ഞങ്ങൾ സുരുളി വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് സർക്കാരിൻ്റെ ബസ്സിൽ പോകും കേട്ടോ. എൻ്റെ സ്വർണം കമ്മലും പോയി, ആകപ്പാട് ശോകത്തിലാണ്. വെള്ളം ഒഴുക്കത്തിൽ പോയതാണ്, കമ്മലും ഊരിപ്പോയി. ഞങ്ങളത് തിരിച്ചു പോവാണ്. തിരിച്ച് സർക്കാരിൻ്റെ ബസ്സിൽ പോകാതെ തിരിച്ച് ഞങ്ങൾ സർക്കാരിൻ്റെ ബസ്സിൽ ഇങ്ങനെ പോവാണ്. സ്വർണ്ണ പൗരം എന്നാ ചെയ്യാൻ
10 രൂപയും പോയി 30 രൂപയും പോയി